അരികെ നീയരുമയായി അഴകോലും മോഴിയാളായി ഇമനീളെ പടർന്നാടായി ഇളമതിലിപിയാളായി ഉയിരിൽ നീയൂരുവാ ഋതുമാതിൻ കവിതകൾ ഏന്തിഴേൽ കോരുത്തിടാൻ ഋതുമാതിൻ കവിത ിടക്കയും ചേർന്നു പാട് കൊമ്പു കുറുകുഴൽ ശംഖുമൻപിനോടോങ്കാരശ്രുതി പാട് നിളയിൽ പുന്നലകൾ പാട് മുടിയുലഞ്ഞു കാറ്റിലാടും മുളങ്കാടുകൾ പാട് തുമ്പിക്കിടാങ്ങൾ പാട് മണികിലുങ്ങും വില്ലു കൊട്ടി തുലാവർഷമുകിലു പാട് മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട് മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട് അവൾ തൻ കാവ്യ സാമ്രാജ്യം വാണരുളിയ മൂവരശരിൽ അതൂല പ്രതാപിയായോരിളയ പെരുമാളെ ഹൃദയ കമലദലങ്ങളാൽ അടിമുടിയൊഴിഞ്ഞ സുരഭില സ്മൃതി ലഹരിയിൽ പ്രിയതരമെന്റെ കിളിമകൾ പാട് തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്? ഒരു പത്രത്തിലാണ് തുടങ്ങുന്നത് അല്ലെ? അപ്പൊ പത്രത്തിൽ ചിലപ്പോൾ തുടങ്ങാൻ പറ്റാതെ ട്യൂഷനോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിട്ട് ഓടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെ സ്വസ്ഥമായിട്ട് പത്രം വായിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് മധുരം മലയാളത്തിലൂടെ ഒരുക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെ മധുരം മലയാളം, മലയാളം എന്നുള്ളത് എത്ര മധുരമാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഇ റീഡിംഗ് ഉണ്ടാവാം, റീലുകൾ ഉണ്ടാവാം, ഷോർട്സുകൾ ഉണ്ടാവാം. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുമായിരിക്കും. ചോദ്യങ്ങളായിട്ട് തന്നെ ക്വിസായിട്ട് പഠിക്കാമായിരിക്കും. പക്ഷെ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന്റെ ഒരു രസം, അതായത് ഇവിടെ ചോദിച്ചു വനംവകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും പത്രം വായിക്കുമ്പോൾ നിങ്ങൾ വനംവകുപ്പ് മന്ത്രി ഇന്നത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് പഠിച്ചോർത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അത്ര ഈ റീൽസിലോ ഷോർട്സിലോ ഒന്നും നിൽക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രിന്റ് മീഡിയയും വീഡിയോ മീഡിയയും ഒക്കെ വരുന്ന സമയത്ത് ഈ വിഷ്വൽ മീഡിയയെ സംബന്ധിച്ച് ഈ പ്രിന്റ് മീഡിയയോട് മത്സരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം നിമിഷത്തിന് വാർത്ത വരും അല്ലെ? നിങ്ങൾ ആരും നാളത്തെ പത്രം കാത്തിരിക്കാറില്ലല്ലോ ഒരു വാർത്ത അറിയാനായിട്ട്. അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്യുകയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സാറ് പറഞ്ഞതുപോലെ, ബിനോയ് സാറ് പറഞ്ഞതുപോലെ അക്യുറസി എന്നുള്ളതിലാണ് പ്രിന്റ് മീഡിയ മുന്നിട്ട് നിൽക്കുന്നത്. കൃത്യത എന്നുള്ളതാണ് പ്രധാനം. അതായത് പ്രിന്റ് മീഡിയയിൽ വരുന്ന ഒരു വാക്കിൽ അക്യുറസി കുറയില്ല. ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അത് മായ്ച്ചു കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ നമ്മൾ പത്രം വായിക്കണം, പുസ്തകം വായിക്കണം, നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമായിരുന്നു. ഇത് നിങ്ങളുടെ പ്രതിരോധ ശേഷിയിലേക്ക് എടുക്കുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പത്രത്തിലൂടെ വായനയിലൂടെ ആഴത്തിൽ അറിയാം. അപ്പൊ എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കുന്നില്ല. കൈരളി സ്നേഹപൂർവ്വം മാതൃഭൂമിയോടൊപ്പം സമർപ്പിക്കുന്നു മധുരം മലയാളം.